സംസ്ഥാനത്ത് +1 പ്രവേശനം എന്തായി എന്ന് നോക്കാനാണ് കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. +1 പ്രവേശനത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായ 5-അംഗ സമിതിയെ നിയോഗിക്കും. കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി IT കോർഡിനേറ്ററായ അധ്യാപകരടക്കം 4 സീനിയർ അധ്യാപകർ ഉണ്ടാകും. ഇന്ന് മുതൽ +1 പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. സുനിഷ അയലൂർ നമുക്കൊപ്പം. സുനിഷ അയലൂർ, +1 പ്രവേശനത്തിന് പരാതികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? SSLC പരീക്ഷയുടെ ഫലം വന്നു. ഇനിയിപ്പോൾ +1ലേക്കുള്ള പ്രവേശനമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് പലകുറി പല പരാതികളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കുറി ആ പരാതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ +1 പ്രവേശനം അത് സുതാര്യമായി നടത്താമെന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ 5-അംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ്. ഇന്നു മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സമയം തുടങ്ങിയിരിക്കുകയാണ്. ഇനി 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. 24-നാണ് ആദ്യ അലോട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 5-അംഗ സമിതിയെ നിയോഗിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രധാനമായും പരാതികൾ ഉയരുന്നത് സീറ്റുകൾ കിട്ടാതെ വരുമ്പോഴാണ്, കുട്ടികൾ ഉദ്ദേശിക്കുന്ന സ്ട്രീം കിട്ടാതെ വരുമ്പോഴാണ്. അക്കാര്യങ്ങളിലൊക്കെ പരാതിരഹിതമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളായോ? അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. അതാണ് ഈ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ഇഷ്ടപ്പെട്ട സീറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചില വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് നേടിയിട്ടും ഈ സ്കൂളുകളിലേക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ അത്തരമൊരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഈ ഒരു 5-അംഗ സമിതി, അതായത് സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു 5-അംഗ സമിതി, അതിൻ്റെ സ്കൂൾ പ്രിൻസിപ്പൽ ആയിരിക്കണം കൺവീനർ. ഒപ്പം തന്നെ ഈ ഹയർ സെക്കൻഡറി ഈ 4 പ്രധാന അധ്യാപകർ, 4 സീനിയർ ആയിട്ടുള്ള അധ്യാപകർ കൂടി ഈ കമ്മിറ്റിയിൽ വേണമെന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായി ഇവരായിരിക്കും അതിനുശേഷം ഈ അഡ്മിഷൻ എടുക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ സംവരണമൊക്കെ തന്നെയും കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും കൃത്യമായി തന്നെ നടക്കുന്ന രീതിയിൽ സജ്ജമാക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്നത് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അത്തരത്തിലാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അപേക്ഷ നൽകി അലോട്ട്മെന്റ് തുടങ്ങുന്ന സാഹചര്യം മുതൽ ഇനി അങ്ങോട്ട് കാര്യക്ഷമമായി തന്നെ സുതാര്യമായി തന്നെ പ്രവേശനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് സുജിയ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സുനിഷ അയലൂരാണ്. അപ്പോൾ അപേക്ഷയൊക്കെ കൃത്യമായി പൂരിപ്പിക്കണമെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംവിധാനങ്ങളൊക്കെ തയ്യാറാണ്. ഇനി +1 പ്രവേശനത്തിനുള്ള സമയമായി വരികയാണ്.